നമസ്കാരം. കേരള രാഷ്ട്രീയത്തെ ഒന്നടങ്കം പിടിച്ചുലച്ച വിവാദമായിട്ടുള്ള മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി ഓഫീസിൽ വെച്ച് കഴിഞ്ഞ ദിവസം വിശദമായി ചോദ്യം ചെയ്തിരുന്നു. അതിശക്തമായ സുരക്ഷാ വലയത്തിലും കടുത്ത രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കും നടുവിലാണ് കറുത്ത കാറിൽ കറുത്ത മാസ്ക് ധരിച്ചുകൊണ്ട് വീണ വിജയൻ കൊച്ചിയിലെ കേന്ദ്ര ഏജൻസിയുടെ ഓഫീസിലേക്ക് എത്തിയത്. മുൻപ് ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ആദ്യ സമൻസിൽ നിന്നും അവർ ഒഴിഞ്ഞു മാറിയിരുന്നുവെങ്കിലും ഇ.ഡി. നൽകിയ രണ്ടാമത്തെ കർശന നോട്ടീസിന് മുന്നിൽ അവർക്ക് ഹാജരാകേണ്ടി വരികയായിരുന്നു. കയ്യിൽ കരുതേണ്ടതായിട്ടുള്ള എല്ലാ ബാങ്ക് ഇടപാട് രേഖകളും കരാർ പത്രങ്ങളും ശേഖരിച്ചാണ് വീണ ചോദ്യം ചെയ്യലിന് ഹാജരായത്. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഹാജരാകുന്നതിന് മുൻപായി ആദ്യ അരമണിക്കൂറോളം ഓഫീസിൽ കാത്തിരിക്കേണ്ടി വന്ന വീണയെ പിന്നീട് നീണ്ട 9 മണിക്കൂറിലധികമാണ് ഇ.ഡി. സംഘം ചോദ്യം ചെയ്തത്. ഒരു സംസ്ഥാനത്തിന് മുൻ മുഖ്യമന്ത്രിയുടെ മകൾ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ ഇത്രയും ദീർഘമായ സമയം ചോദ്യം ചെയ്യലിന് വിധേയയാകുന്നത് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ്. ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി രാത്രിയോടെ അവർ ഇ.ഡി. ഓഫീസിന് പുറത്തേക്ക് വരുമ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷം പുതിയൊരു വഴിത്തിരിവിലേക്ക് ഇപ്പോൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ സംഭവത്തെ രാഷ്ട്രീയമായി നേരിടാനാണ് പ്രതിപക്ഷമായിട്ടുള്ള CPM ഇപ്പോൾ ശ്രമിക്കുന്നത്. തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണെന്ന നിലപാടിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറച്ചു നിൽക്കുമ്പോഴും ഒരു മുൻനിര കേന്ദ്ര ഏജൻസി നേരിട്ട് പിടിമുറക്കുന്നത് തീർച്ചയായിട്ടും പ്രതിപക്ഷത്തെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ സൃഷ്ടിക്കുന്നത്. ഈ കേസിൽ ഇ.ഡി. നടത്തുന്ന ശക്തമായ നീക്കങ്ങൾ അത് വരും ദിവസങ്ങളിൽ കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല എന്ന കൃത്യമായ സൂചനയാണ് കൊച്ചിയിൽ നിന്ന് നൽകുന്നത്. സ്വകാര്യ കരിമണൽ കമ്പനിയായിട്ടുള്ള CMRL നിന്ന് യാതൊരുവിധ സേവനങ്ങളും നൽകാതെ മാസപ്പടിയായിട്ട് കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയെന്ന അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണത്തിലാണ് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. വെറുതെ ഒരു ആരോപണത്തിൻ്റെ പുറത്തല്ല, മറിച്ച് കൃത്യമായ ഹോംവർക്കുകളൊക്കെ ചെയ്ത ശേഷമാണ് ഇ.ഡി. സംഘം വീണ വിജയനിലേക്ക് എത്തിയത് എന്നത് ഇവിടെ ശ്രദ്ധേയമാണ്. ഇതിന് മുന്നോടിയായി CMRL കമ്പനിയിലെ ഉന്നത ഉദ്യോഗസ്ഥരെയും അതിൻ്റെ ഉടമയായിട്ടുള്ള കർത്തയുടെ കുടുംബങ്ങളെയും ഒക്കെ തന്നെ ഇ.ഡി. വിശദമായിട്ട് ചോദ്യം ചെയ്യുകയും അവരുടെ മൊഴികൾ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. കൂടാതെ മറ്റൊരു കേന്ദ്ര ഏജൻസിയായിട്ടുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ ഇടപാടുകളെക്കുറിച്ച് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയ നിർണായക വിവരങ്ങളുടെയും രേഖകളുടെയും പിൻബലത്തിലാണ് ഇ.ഡി. ചോദ്യം ചെയ്യൽ മുഴുവൻ നടത്തിയത് തന്നെ. ഇ.ഡി. ഉദ്യോഗസ്ഥർ ഉന്നയിച്ച കടുത്ത ചോദ്യങ്ങൾക്ക് മുന്നിൽ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനിയുടെ കരാർ പത്രങ്ങളും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളുമൊക്കെ തന്നെ അവർക്ക് ഹാജരാക്കേണ്ടി വന്നിട്ടുണ്ട്. ചോദ്യം ചെയ്യലിൽ ഉയർന്നു വന്ന പ്രധാന സാങ്കേതിക വശങ്ങളെക്കുറിച്ചുള്ള തർക്കങ്ങൾ അന്വേഷണത്തെ കൂടുതൽ സങ്കീർണമാക്കി. സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നതിനായിട്ട് വികസിപ്പിച്ച ഇൻപെക് എന്ന പ്രത്യേക സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട IT സേവനങ്ങളാണ് തങ്ങൾ CMRL കമ്പനിക്ക് നൽകിയതെന്നും അതിനുള്ള പ്രതിഫലമാണ് കൈപ്പറ്റിയതെന്നുമാണ് വീണ വിജയൻ ഇ.ഡിക്ക് മുന്നിൽ നൽകിയ വിശദീകരണം. എന്നാൽ ഈ സാങ്കേതിക സേവനങ്ങളൊക്കെ കൃത്യമായി നൽകിയിട്ടുണ്ടോ എന്നതിലും അതോടൊപ്പം തന്നെ CMRL ഉയർന്നു വന്ന ഏതൊക്കെ അക്കൗണ്ടിംഗ് പ്രശ്നങ്ങളാണ് ഈ സോഫ്റ്റ്വെയർ വഴി പരിഹരിച്ചത് എന്നതിലുമൊക്കെ തന്നെ വ്യക്തമായ മറുപടി നൽകാൻ വീണയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്നുമൊക്കെ തന്നെ പുറത്തു വരുന്ന സൂചനകൾ. തങ്ങൾ ഉന്നയിച്ച പണമിടപാടുകളുടെയൊക്കെ തന്നെ സുതാര്യത തെളിയിക്കുന്നതിൽ വീണയുടെ വിശദീകരണങ്ങളിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നുണ്ടെന്നാണ് ഇ.ഡി. വിലയിരുത്തുന്നത്. ചോദ്യം ചെയ്യലിനോടനുബന്ധിച്ച് വീണ വിജയൻ സമർപ്പിച്ച എല്ലാ മൊഴികളും ബാങ്ക് രേഖകളും ഇ.ഡി. ഉദ്യോഗസ്ഥർ ഇപ്പോൾ അതീവ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചു വരികയാണ്. എന്നാൽ കാര്യങ്ങൾ ഇവിടെയെങ്ങും അവസാനിക്കുന്നില്ല. മാസപ്പടി കേസിൽ വരും ദിവസങ്ങളിൽ ഇ.ഡി. സ്വീകരിക്കുന്ന അടുത്ത നീക്കം അതെന്തായിരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും കേരള രാഷ്ട്രീയത്തിൻ്റെ ഭാവി തന്നെ നിർണ്ണയിക്കപ്പെടുക. കാരണം കോടതി ഉത്തരവിലൂടെ SFIയുടെ പക്കൽ നിന്നും ലഭിക്കുന്ന 134-ലധികം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള രേഖകൾ കൂടി ഉടൻ തന്നെ ഇ.ഡിയുടെ കൈകളിലേക്ക് എത്തും. ഈ പുതിയ രേഖകൾ കൂടി ലഭ്യമായ ശേഷം അവ വീണ വിജയൻ ഇപ്പോൾ നൽകിയിട്ടുള്ള മൊഴികളുമായിട്ട് ഒത്തുനോക്കി പരിശോധിക്കാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. ഇതിനുശേഷമായിരിക്കും കേസിൽ കൂടുതൽ കടുത്ത നിയമ നടപടികളിലേക്ക് കടക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഇ.ഡി. അന്തിമ തീരുമാനമെടുക്കുക. ഏതായാലും ഇനി നടക്കാൻ പോകുന്ന നിയമസഭാ സമ്മേളനങ്ങളിലും രാഷ്ട്രീയ വേദികളിലും പ്രതിപക്ഷത്തെയും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെയും പ്രതിരോധത്തിലാക്കാനായിട്ട് ഭരണപക്ഷമായിട്ടുള്ള UDFനും അതോടൊപ്പം തന്നെ BJPക്കും ഈ വിഷയത്തെ ഏറ്റവും ശക്തമായ ആയുധമായി ഉപയോഗിക്കാൻ സാധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. മുൻ മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും രാഷ്ട്രീയമായി പൂട്ടാൻ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുകയാണെന്ന ആക്ഷേപം പ്രതിപക്ഷം ഉയർത്തുമ്പോഴും നിയമപരമായിട്ടുള്ള നടപടികളിൽ നിന്ന് വീണയ്ക്ക് അത്ര പെട്ടെന്ന് ഒഴിഞ്ഞു മാറാനാകില്ല. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വീണ വിജയനെ വീണ്ടും കൊച്ചിയിലെ ഇ.ഡി. ഓഫീസിൽ മറുപടി പറയേണ്ടി വരുമോ, അതോ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നിയമ നടപടികളിലേക്ക് കാര്യങ്ങൾ നീക്കുമോ എന്നാണ് ഇപ്പോൾ കേരളം ഉറ്റുനോക്കുന്നത്.